ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ. തൃശൂർ നിയോജക മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൽ സമയത്തെ ചൊല്ലി തർക്കം. ആളൂർ വെള്ളാഞ്ചിറയിൽ മദ്യമൊഴിച്ച് യുവതിയെ തീകൊളുത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാവക്കാട് എടക്കഴിയൂരിൽ വീട്ടിൽ നടന്ന പ്രസവത്തിന് ശേഷം അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ അക്യുപഞ്ചറിസ്റ്റായ ഭർത്താവ് അറസ്റ്റിൽ. പഞ്ചവടി കല്ലുവളപ്പിൽ ഇബ്രാഹിമാണ് അറസ്റ്റിലായത്. ചാലക്കുടി ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന വൈക്കോൽ ലോറിക്ക് തീപിടിച്ചു. തീയണച്ചത് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണിരാജ തീപ്പെട്ടു. ദേഹാസ്വസ്ഥത്തെ തുടർന്നായിരുന്നു അന്ത്യം. ചോർച്ച കണ്ടെത്തിയ കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിൽ പരിഹാര നടപടികൾ തുടരുന്നു. ഞായറാഴ്ച വൈകിട്ടോടെ ചോർച്ച പരിഹരിക്കാൻ സാധിക്കുമെന്ന് കമ്പനി അധികൃതർ. പ്രദേശത്തെ വീടൊഴിഞ്ഞ കുടുംബങ്ങളെ അവഗണിക്കുന്നതായി പരാതി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ ആയിരങ്ങൾ കാവ് തീണ്ടി. ഭരണിനാളായ ഞായറാഴ്ച കുമ്പളങ്ങ ബലിയർപ്പിച്ച് വെന്നിക്കൊടി നാട്ടുന്നതോടെ ഭരണിയാഘോഷത്തിന് സമാപനമാകും. വാർത്തകൾ വിശദമായി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 2 പ്രവൃത്തി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇതുവരെ 44 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. തിങ്കളാഴ്ചയാണ് പത്രിക നൽകാനുള്ള അവസാന ദിവസം. സൂക്ഷ്മ പരിശോധന ചൊവ്വാഴ്ച നടക്കും. 26 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. വിധിയെഴുത്തിന് ഇനി 19 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. പ്രവർത്തകരും നേതാക്കളും മണ്ഡലങ്ങളിൽ സജീവമാണ്. UDFന്റെ മണ്ഡലം കൺവെൻഷനുകൾ പുരോഗമിക്കുകയാണ്. ചാലക്കുടി, കൊടുങ്ങല്ലൂർ കൺവെൻഷനുകൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. LDF കൺവെൻഷനുകൾ നാളെ ആരംഭിക്കും. 6 നിയോജക മണ്ഡലം കൺവെൻഷനുകൾ ഞായറാഴ്ച നടക്കും. തിങ്കളാഴ്ച 5ഉം ചൊവ്വാഴ്ച 2ഉം കൺവെൻഷനുകൾ LDF നിശ്ചയിച്ചിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥികൾ ആദ്യ റൌണ്ട് പ്രചരണം പൂർത്തിയാക്കി. NDAയുടെ കുടുംബയോഗങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. തൃശൂർ നിയോജക മണ്ഡലത്തിലെ UDF, LDF, NDA സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ RDO വിനോദ് രാജ് മുൻപാകെയാണ് മൂവരും പത്രിക നൽകിയത്. UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ, LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ, NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ എന്നിവരാണ് കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. റോഡ് ഷോയുടെ അകമ്പടിയില്ലാതെ ആദ്യം നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനെത്തിയ രാജൻ ജെ പല്ലനൊപ്പം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി MA റഷീദ്, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കാഞ്ഞിരത്തെങ്കൽ എന്നിവരുണ്ടായിരുന്നു. രണ്ടാമതായി LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ വിവിധ ഘടകകക്ഷി നേതാക്കളും പ്രവർത്തകരുമൊത്ത് പ്രകടനമായാണ് കളക്ടറേറ്റിലെത്തിയത്. P ബാലചന്ദ്രൻ MLA, മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, CPM ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട, CPI അസിസ്റ്റന്റ് സെക്രട്ടറി C സുമേഷ് എന്നിവർ ആലങ്കോടിനൊപ്പം ഉണ്ടായിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിനും നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം റോഡ് ഷോ ആയാണ് NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ കളക്ടറേറ്റിലെത്തിയത്. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറി KR ഹരി, മേഖലാ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. TCV തൃശൂർ. തൃശൂർ നിയോജക മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൽ സമയത്തെ ചൊല്ലി തർക്കം. ആദ്യമെത്തിയ UDF സ്ഥാനാർത്ഥി രാജൻ പല്ലന്റെ പത്രികാ സമർപ്പണ നടപടികൾ നീണ്ടുപോയതോടെ രണ്ടാമതെത്തിയ LDF സംഘത്തിനും പിന്നീടെത്തിയ NDA സംഘത്തിനും ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നു. UDF സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണം കഴിഞ്ഞതോടെ മുഹൂർത്തമുള്ളതിനാൽ രണ്ടാമത് പത്രിക സമർപ്പിക്കാൻ അവസരം നൽകണമെന്ന് NDA പ്രതിനിധികൾ അഭ്യർത്ഥിച്ചു. ക്രമപ്രകാരം തങ്ങളുടെ ഊഴമാണെന്നായിരുന്നു LDF വാദം. തുടർന്ന് LDF സ്ഥാനാർത്ഥി പത്രിക നൽകി. പത്രികയുടെ ഒത്തുനോക്കൽ മാറ്റിവെച്ചതോടെ NDA സ്ഥാനാർത്ഥിക്ക് മുഹൂർത്തത്തിനുള്ളിൽ പത്രിക നൽകാൻ കഴിഞ്ഞു.
ഒല്ലൂർ നിയോജക മണ്ഡലം LDF, UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഒല്ലൂർ നിയോജക മണ്ഡലം റിട്ടേണിംഗ് ഓഫീസറായ തൃശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്കാണ് ഇരുവരും പത്രികകൾ സമർപ്പിച്ചത്. ചെമ്പൂക്കാവിലെ കാർഷിക ഓഫീസിലേക്ക് നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായെത്തിയാണ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K. രാജൻ പത്രിക സമർപ്പണം നടത്തിയത്. മുൻ ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി ഉൾപ്പെടെയുള്ള നേതാക്കളും രാജനോടൊപ്പം ഉണ്ടായി. കുപ്രചാരണങ്ങൾ തള്ളുന്ന ജനം 10 വർഷക്കാലം മണ്ഡലത്തിൽ നടത്തിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുമെന്നും LDF വൻ വിജയം നേടുമെന്നും രാജൻ പറഞ്ഞു. പ്രതീക്ഷയ്ക്ക് വേറെ പ്രത്യേകിച്ച് ഒരു മങ്ങലും ഏൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. വാനോളം പ്രതീക്ഷയാണ്. ഒല്ലൂർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് എന്ന് കേരളത്തിനോടൊപ്പം വിധിയെഴുതും. ആവേശപരമായിട്ടുള്ള അനുഭവമാണ് താഴത്ത് എല്ലായിടത്തും പോകുമ്പോൾ ലഭ്യമാകുന്നത്. അത് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യം അക്കാര്യത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടന്നിട്ടുള്ള സമാനതകളില്ലാത്ത, നേരിൽ കാണാൻ പറ്റുന്ന, ആര് കള്ളപ്രചരണം നടത്തിയാലും മാച്ചു കളയാനാകാത്ത വികസനത്തിന്റെ നേർരേഖ നമുക്ക് നേരിട്ട് കാണാനാകുന്നുണ്ട്. ഒരു പ്രവർത്തനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത പങ്കും ഈ ഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടെ ഒരു നാട് മുഴുവൻ ഏറ്റുവാങ്ങും എന്ന വലിയ പ്രതീക്ഷയുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരിയായി മനുഷ്യൻ എന്ന ആശയത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് പരസ്പരം സ്നേഹപൂർവ്വം പ്രതികരിക്കാൻ കഴിയുന്ന ഒല്ലൂരിന്റെ മനസ്സ് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് വലിയ പ്രതീക്ഷയോടെ കഴിഞ്ഞ തവണത്തെക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ജനവിധി ഉണ്ടാകും. LDF സ്ഥാനാർത്ഥി പത്രിക നൽകി ഇറങ്ങുമ്പോഴാണ് എതിർ സ്ഥാനാർത്ഥിയായ UDFന്റെ ഷാജി കോടങ്കണ്ടത്ത് പത്രികാ സമർപ്പണത്തിനായി എത്തിയത്. സ്ഥാനാർത്ഥിക്ക് ഹസ്തദാനം നൽകി ആശംസകളും പങ്കുവച്ചാണ് രാജൻ മടങ്ങിയത്. തുടർന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഷാജി കോടങ്കണ്ടത്ത് പത്രിക സമർപ്പിച്ചത്. നിരവധി പ്രവർത്തകരും നേതാക്കളും പിന്തുണയുമായി എത്തിയിരുന്നു. ടോളിനെതിരായ നിരന്തര നിയമ പോരാട്ടങ്ങളും പട്ടിലുംകുഴി മയിലാട്ടുംപാറ പാലം യാഥാർത്ഥ്യമാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മണ്ഡലത്തിലെ ആൾ എന്ന നിലയിൽ തനിക്ക് ഗുണമാകുമെന്നും സർക്കാരിനെതിരായ ജനവികാരം വോട്ടായി മാറുമെന്നും ഷാജി കോടങ്കണ്ടത്ത് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഒല്ലൂരും ഞാനുമായിട്ട് അഭേദ്യ ബന്ധമുള്ളതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിലെ ജനങ്ങളിൽ എനിക്ക് വലിയ വിശ്വാസമുണ്ട്. ജനങ്ങൾ എന്നോട് വളരെ സ്നേഹമുണ്ട്. ടോൾ പ്ലാസ അടക്കമുള്ള വിഷയങ്ങളിൽ, അതുപോലെ തന്നെ പട്ടിലുംകുഴി കോടതിപ്പാലം അടക്കമുള്ള വിഷയങ്ങളിൽ, നടത്തറ മാലിന്യ പ്ലാന്റ്, അതുപോലെ ചുള്ളിക്കാവ് ചിറ, അങ്ങനെ ഒരുപാട് ജനകീയ വിഷയങ്ങളിൽ നിയമസമര പോരാട്ടത്തിലൂടെ വിജയം കണ്ടെത്താൻ സാധിച്ചു. ഒല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷം പാഴായി പോയ വർഷങ്ങളാണ്. ഒരുപാട് വികസന മുരടിപ്പുണ്ടായിട്ടുണ്ട് ആ ഭാഗത്ത്. ടൂറിസം മേഖലയിലായാലും ഏത് മേഖലയിലായാലും ഒല്ലൂര് പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒല്ലൂരിലെ ജനങ്ങളിൽ ഞങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട്. ജനങ്ങൾ UDFനെ തിരിച്ചു കൊണ്ടുവരും. തൃശൂർ പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ P. ഇന്ദു നായരാണ് പത്രികകൾ സ്വീകരിച്ചത്. TCV ന്യൂസ്, തൃശൂർ. ഇരിങ്ങാലക്കുടയിലെ LDF സ്ഥാനാർത്ഥി R. ബിന്ദു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇരിങ്ങാലക്കുട RDO മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. LDF നേതാക്കളായ ഉല്ലാസ് കളക്കാട്ട്, P. മണി, VA മനോജ് കുമാർ, NK ഉദയപ്രകാശ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നും ഇരിങ്ങാലക്കുട LDFനൊപ്പം നിൽക്കുമെന്നും R. ബിന്ദു പറഞ്ഞു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇരിങ്ങാലക്കുട RDO മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. BJP സൌത്ത് ജില്ലാ പ്രസിഡന്റ് KR ശ്രീകുമാർ, BDJS നിയോജക മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, BJP മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് എന്നിവരോടൊപ്പം എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. രാജ്യത്താദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കുന്ന പദ്ധതി ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നടപ്പിലാക്കിയത് താൻ MLA ആയിരുന്നപ്പോഴാണെന്ന് UDF സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം എത്തിക്കാൻ കഴിഞ്ഞു. കാർഷിക മേഖലയിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമെന്നും ഇരിങ്ങാലക്കുട UDFനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ഗുരുവായൂരിലെ LDF സ്ഥാനാർത്ഥി NK അക്ബർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചാവക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തിയാണ് വരണാധികാരി R സംഗീത് മുൻപാകെ പത്രിക നൽകിയത്. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, മുതിർന്ന നേതാവ് ബേബി ജോൺ, C സുമേഷ്, കൃഷ്ണദാസ്, TT ശിവദാസ്, MA ഹാരിസ് ബാബു, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ഗുരുവായൂരിലെ UDF സ്ഥാനാർത്ഥി CH റഷീദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിയോജക മണ്ഡലം ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തിയാണ് വരണാധികാരി R സംഗീത് മുൻപാകെ പത്രിക നൽകിയത്. നേതാക്കളായ O അബ്ദുറഹ്മാൻ കുട്ടി, RV അബ്ദുൾ റഹീം, KV ഷാനവാസ്, C ഗോപപ്രതാപൻ, TS അജിത്ത് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ചേലക്കര മണ്ഡലം LDF സ്ഥാനാർത്ഥി UR പ്രദീപ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തലപ്പിള്ളി താലൂക്ക് ഓഫീസിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ K ശരവണന് മുമ്പാകെയാണ് 2 സെറ്റ് പത്രിക സമർപ്പിച്ചത്. നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായാണ് UR പ്രദീപ് എത്തിയത്. CPM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു, വള്ളത്തോൾ ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, ജില്ലാ കമ്മിറ്റി അംഗം KV നഫീസ, CPI മണ്ഡലം സെക്രട്ടറി P ശ്രീകുമാർ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. UDF കയ്പമംഗലം മണ്ഡലം സ്ഥാനാർത്ഥി TM നാസർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരി ഡെപ്യൂട്ടി കളക്ടർ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. UDF നേതാക്കളായ CS രവീന്ദ്രൻ, CC ബാബുരാജ്, PS മുജീബ് റഹ്മാൻ, അഡ്വക്കേറ്റ് VM മൊഹിയുദ്ദീൻ, PP ജോൺ, സിദ്ദിഖ്, നിഷാഫ് കുര്യാപ്പിള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു. കയ്പമംഗലം മണ്ഡലം LDF സ്ഥാനാർത്ഥി KK വത്സരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ തൃശൂർ ഡെപ്യൂട്ടി കളക്ടർ സിസിലി ആന്റണി മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TK സുധീഷ്, KS ജയ, CPM ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ്, അഡ്വക്കേറ്റ് ജ്യോതി പ്രകാശ്, മഞ്ജുള അരുണൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. വടക്കാഞ്ചേരിയിലെ LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റ്ലപ്പിള്ളി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തലപ്പിള്ളി താലൂക്ക് തഹസിൽദാർ MC അനുപ്മൻ മുമ്പാകെ 2 സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PN സുരേന്ദ്രൻ, മേരി തോമസ്, CPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR സോമനാരായണൻ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ചാലക്കുടി മണ്ഡലത്തിലെ UDF LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചാലക്കുടി തഹസിൽദാർ D ശ്രീജ മുമ്പാകെയാണ് UDFിലെ സനീഷ് കുമാർ ജോസഫും LDFിലെ ബിജു S ചിറയത്തും പത്രിക നൽകിയത്. ബെന്നി ബെഹന്നാൻ MP, നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു, കോൺഗ്രസ് നേതാക്കളായ VO പൈലപ്പൻ, സിജി ബാലചന്ദ്രൻ, എബി ജോർജ് തുടങ്ങിയവർ UDF സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. മുൻ MLAമാരായ BD ദേവസി, AK ചന്ദ്രൻ, CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, CV ജോഫി തുടങ്ങിയവർ LDF സ്ഥാനാർത്ഥിക്കൊപ്പം സന്നിഹിതരായി. ഇരു സ്ഥാനാർത്ഥികളും തികഞ്ഞ വിജയപ്രതീക്ഷ പങ്കുവച്ചു. 9-ാം തീയതി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേടുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ചാലക്കുടിയുടെ പൊതുമണ്ഡലത്തിൽ എല്ലാവരോടും ഒപ്പം പ്രവർത്തിക്കാനും ഈ നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും ഒക്കെ നന്നായി ഇടപെടാനും കഴിഞ്ഞു എന്നൊരു വലിയ ആത്മവിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഐക്യജനാധിപത്യ ചേലക്കരയിലെ NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ തൃശൂർ കളക്ടറേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേലിന്റെ സാന്നിധ്യത്തിലായിരുന്നു പത്രികാ സമർപ്പണം. പുതുക്കാട് മണ്ഡലത്തിലെ LDF UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ, UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് എന്നിവരാണ് ജില്ലാ രജിസ്ട്രാർ ജനറൽ BK ബിജു മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ മുൻവശത്തു നിന്നും പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് KK രാമചന്ദ്രൻ പത്രിക സമർപ്പണം നടത്തിയത്. LDF നേതാക്കളായ VS പ്രിൻസ്, PK ശിവരാമൻ, അഡ്വക്കേറ്റ് TI സേവ്യർ, രാഘവൻ മുളങ്ങാടൻ, CU പ്രിയൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. UDF സ്ഥാനാർത്ഥിക്കൊപ്പം മുൻ MLA MK പോൾസൺ, കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ, മുസ്ലിം ലീഗ് പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അബ്ദുട്ടി ഹാജി എന്നിവർ സന്നിഹിതരായിരുന്നു. കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ ജില്ലാ ലേബർ ഓഫീസർ CP ബബിത മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, LDF നിയോജക മണ്ഡലം കൺവീനർ MN സത്യൻ, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, KD ബാഹുലയൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, EA ദിനമണി, സീതാ രവീന്ദ്രൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു.
ആളൂർ വെള്ളാഞ്ചിറയിലെ വാടക വീട്ടിൽ ആൺസുഹൃത്തിനൊപ്പം താമസിച്ചിരുന്ന യുവതിയെ തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി. കണ്ണൂർ സ്വദേശിനി വാവടി വീട്ടിൽ ലീനയെയാണ് വെള്ളാഞ്ചിറയിലെ വാടക വീട്ടിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടത്. 40% പൊള്ളലേറ്റ യുവതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആൺസുഹൃത്ത് വിആർ പുരം ശാസ്താംകുന്ന് സ്വദേശി ശരത് വിഷ്ണുവിനെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യമൊഴിച്ചാണ് യുവാവ് തീ കൊളുത്തിയത്. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ഇരുവരും തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്നാണ് തീ കൊളുത്തിയത്. ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിൽ ഒരാഴ്ച മുമ്പാണ് ഇവർ വെള്ളാഞ്ചിറയിൽ വീട് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങിയത്. ചാവക്കാട് എടക്കഴിയൂരിൽ വീട്ടിൽ നടന്ന പ്രസവത്തിന് ശേഷം അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ അക്യുപഞ്ചറിസ്റ്റായ ഭർത്താവ് അറസ്റ്റിൽ. പഞ്ചവടി കല്ലുവളപ്പിൽ ഇബ്രാഹിമിനെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ്. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തി. 7ാമത്തെ പ്രസവത്തിന് ശേഷം അണുബാധയുണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് എടക്കഴിയൂർ സ്വദേശി മുഹസിന മരിച്ചത്. വ്രണം പുഴുവരിച്ച നിലയിലായിട്ടും ഭർത്താവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. വീട്ടിലെത്തിയ ബന്ധുക്കളാണ് യുവതിയെ ആശുപത്രിയിലെത്തിച്ചത്. മുഹസിനയുടെ മരണകാരണം പ്രസവശേഷം പരിചരണമില്ലായ്മയാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. നവജാത ശിശുവിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താനും പോലീസ് സർജൻ ശുപാർശ ചെയ്തിരുന്നു. ചാലക്കുടി ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന വൈക്കോൽ ലോറിക്ക് തീപിടിച്ചു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ 1.5 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീ പൂർണ്ണമായും അണച്ചു. മുരിങ്ങൂരിൽ വെച്ചാണ് ലോറിയിലെ വൈക്കോൽ കൂമ്പാരത്തിന് തീപിടിച്ച വിവരം ഡ്രൈവർ അറിഞ്ഞത്. മാളയിൽ വൈക്കോൽ ഇറക്കിയ ശേഷം ചാലക്കുടിയിലേക്ക് വന്നതായിരുന്നു ലോറി. ദേശീയപാതയിലേക്ക് കയറിയ ലോറി ചാലക്കുടി പാലം കടന്ന് സൌത്ത് ജംഗ്ഷനിലെ മേൽപ്പാലത്തിലെത്തി വീണ്ടും സർവീസ് റോഡിലൂടെ എറണാകുളം ദിശയിലേക്ക് കയറിയാണ് ലോറി നിർത്തിയത്. ഇതിനകം നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി അഗ്നിശമന യൂണിറ്റ് സ്ഥലത്തെത്തി. പിന്നീട് അങ്കമാലി, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സംഘങ്ങൾ കൂടി എത്തിയാണ് തീയണച്ചത്. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണിരാജ തീപ്പെട്ടു. 98 വയസ്സായിരുന്നു. കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിലായിരുന്നു അന്ത്യം. കൊടുങ്ങല്ലൂർ മീനഭരണി ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിലെത്തിയ വലിയ തമ്പുരാന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ശനിയാഴ്ച രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചോർച്ച കണ്ടെത്തിയ കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിൽ പരിഹാര നടപടികൾ തുടരുന്നു. വയലൂർ പുഴമ്പള്ളം 12 കിലോമീറ്റർ ഭാഗത്തെ പൈപ്പിലുണ്ടായിരുന്ന പാചകവാതകം KSPP ലിമിറ്റഡിന്റെ കൊച്ചി ഉദയംപേരൂരിലെയും പാലക്കാട് കഞ്ചിക്കോട്ടെയും പ്ലാന്റുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. വെള്ളം ഉയർന്ന മർദ്ദത്തിൽ പമ്പ് ചെയ്താണ് ഗ്യാസ് തള്ളി നീക്കിയത്. നേരത്തെ മരത്താക്കര പുഴമ്പള്ളത്ത് നിന്ന് പാലക്കാട്ടേക്ക് പമ്പ് ചെയ്ത് നീക്കാനുള്ള ശ്രമം കുദ്രാൻ ഭാഗത്തെ ഉയരക്കൂടുതൽ മൂലം പരാജയപ്പെട്ടിരുന്നു. പൈപ്പ് ലൈനിലെ ഗ്യാസ് ഉദയംപേരൂരിലെ പ്ലാന്റിലേക്ക് തിരിച്ചെത്തിക്കുകയായിരുന്നു. 12 കിലോമീറ്റർ ഭാഗത്തെ ഗ്യാസ് നീക്കം ചെയ്തു കഴിഞ്ഞതിനാൽ പൈപ്പിലെ ചോർച്ചയടയ്ക്കുകയാണ് അടുത്ത നടപടി. ഇതിനായി 8 മീറ്റർ താഴ്ചയിൽ മണ്ണ് നീക്കിയ ശേഷം വേണം പൈപ്പിൽ ഒടിഞ്ഞിരിക്കുന്ന ഡ്രില്ലിന്റെ ഭാഗം നീക്കം ചെയ്യാൻ. ഞായറാഴ്ച വൈകിട്ടോടെ പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിച്ച് പാചകവാതകം വിതരണം പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. പാചകവാതക പൈപ്പ് ലൈനിൽ ചോർച്ച കണ്ടെത്തിയ ഉടനെ അധികൃതരുടെ നിർദ്ദേശപ്രകാരം വീടൊഴിഞ്ഞവരെ അധികൃതർ അവഗണിക്കുകയാണെന്ന് ജില്ലാ കളക്ടർക്ക് പരാതി. മണലി മടവാക്കര പ്രദേശത്തെ 20ഓളം കുടുംബങ്ങളാണ് വാതക ചോർച്ചയെ തുടർന്ന് വീടൊഴിഞ്ഞത്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അവശ്യ സാധനങ്ങൾ പോലും എടുക്കാതെ വിവിധയിടങ്ങളിലുള്ള ബന്ധുവീടുകളിലേക്കാണ് പലരും മാറിയിരിക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസവും ദൈനംദിന ജീവിതവും താളം തെറ്റിയ നിലയിലാണെന്ന് ഇവർ പറയുന്നു. പരീക്ഷാ സമയം ആയതിനാൽ വിദ്യാർത്ഥികളും വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ബന്ധുവീടുകളിലേക്ക് മാറിയവർക്ക് പാചകവാതക ക്ഷാമവും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. പ്രദേശത്ത് പോലീസ് കാവൽ ഉറപ്പാക്കണം എന്നും അവശ്യ സാധനങ്ങൾ എടുക്കാൻ വീടുകളിൽ പോകാൻ അനുവദിക്കണം എന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി, വൈസ് പ്രസിഡന്റ് KR സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ശനിയാഴ്ച കളക്ടറേറ്റിൽ പരാതി നൽകി. അരമണിക്കിലുക്കി ഉറഞ്ഞുതുള്ളുന്ന ചെഞ്ചേലയുടുത്ത കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ ആയിരങ്ങൾ അശ്വതിക്കാവ് തീണ്ടി. മുഖ്യമന്ത്രിയുടെ ആക്ഷേപത്തിന് G. സുധാകരൻ മറുപടി പറയുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കൊടുങ്ങല്ലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി OJ ജനീഷിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാളയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായത് സർക്കാർ ഒളിപ്പിച്ചുവെച്ചു. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ട സർക്കാർ ആശുപത്രികൾ ജനങ്ങളെ കൊല്ലുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റി. മരുന്നിനും ഉപകരണങ്ങൾ വാങ്ങാനും പണമില്ലെങ്കിലും PR പ്രവർത്തനത്തിന് പണമുണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ബെന്നി ബെഹന്നാൻ MP, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, ആൽബിൻ പ്ലാക്കൽ, PK നൌഷാദ്, EK അനിലൻ, VA അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു.
എടവിലങ്ങ് കാരയിൽ CPM പ്രവർത്തകന് നേരെ ആക്രമണം. എറിയാട് സ്വദേശി വളവത്ത് വീട്ടിൽ സന്ദീപിനെയാണ് 4-അംഗ സംഘം ആക്രമിച്ചത്. പരിക്കേറ്റ സന്ദീപിനെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. BJP പ്രവർത്തകരാണ് തന്നെ ആക്രമിച്ചതെന്ന് സന്ദീപ് പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ആയൂജ്, ശരത്ത് യദുകൃഷ്ണ എന്ന് പറഞ്ഞ 4 പേര് വന്നിട്ട് എന്നെ ആക്രമിക്കുകയായിരുന്നു. എന്തിനാടാ നീ ഇവിടെ കാര്യം, നീ ആരാടാ, നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ചിട്ടാണ് 2 പേര് വന്നത്. അപ്പം എനിക്ക് എന്താണ് ഇവർ ചോദിക്കണത് എനിക്ക് ആദ്യം മനസ്സിലായി. എന്താണ് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച്. അപ്പം ഞാൻ പറഞ്ഞു നീ ആരാണ് ചോദിക്കാന്ന് വെച്ചപ്പോൾ ഒരുത്തൻ എൻ്റെ കരണത്തടിച്ച്. അപ്പോൾ യദുകൃഷ്ണ എന്നുള്ള ഒരുത്തൻ ഇടിക്കട്ട് വെച്ചിട്ട് മൂക്കിനിടിച്ച വഴിക്ക് എൻ്റെ ഇത് പൊട്ടി. എനിക്ക് നല്ല ഇഞ്ചുറി ഉണ്ടെന്നുള്ളത് മനസ്സിലായപ്പോൾ തന്നെ ഞാൻ മൂക്ക് പൊത്തി വീണുപോയി താഴെ. വീണപ്പത്ത് വേറെ 2 പേരും കൂടെ സായിച്ച് ചേർത്തും വന്നവരും വന്നിട്ട് എഴുന്നേക്കാൻ സമ്മതിക്കാതെ അവിടെ ചവിട്ടലും എന്തോ ഇരുമ്പ് വെച്ചിട്ട് ഇവിടെ അടിക്കുകയും ചെയ്തു. അങ്കമാലി കരയാമ്പറമ്പിലുണ്ടായ വാഹനാപകടത്തിൽ മാള സ്വദേശിനി മരിച്ചു. പൂപ്പത്തി സ്വദേശിനി ഏലൂർ വീട്ടിൽ രാധാകൃഷ്ണന്റെ ഭാര്യ 45 വയസ്സുള്ള ശ്രീദിവിയാണ് മരിച്ചത്. അങ്കമാലിയിൽ ജലസേചന വകുപ്പിൽ ജീവനക്കാരിയായ ഇവർ ജോലിക്ക് പോകുമ്പോൾ സഞ്ചരിച്ച സ്കൂട്ടറും ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഉടനെ തന്നെ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കോടതി നൽകിയ സംരക്ഷണ ഉത്തരവ് നിലനിൽക്കെ ഭാര്യയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ച ഭർത്താവിനെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. പന്തല്ലൂർ സ്വദേശി വിനീഷിനെതിരെയാണ് കേസെടുത്തത്. ഭർത്താവിന്റെ പീഡനങ്ങളിൽ നിന്നും സംരക്ഷണം തേടി സിനി നേരത്തെ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു. പരാതി പരിഗണിച്ച കോടതി 2025 സെപ്റ്റംബർ 12-ന് സിനിക്ക് അനുകൂലമായി സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. തൃശൂർ അതിരൂപത നടത്തുന്ന പാലയൂർ തീർത്ഥാടനം ഞായറാഴ്ച നടക്കും. പുലർച്ചെ 4-ന് ലൂർദ് കത്തീഡ്രലിലെ ദിവ്യബലിക്ക് ശേഷം മുഖ്യ പദയാത്ര തുടങ്ങും. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വികാരി ഫാദർ ജോസ് വല്ലൂരാന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്യും. 11 മണിക്ക് പാലയൂരിൽ പദയാത്ര സമാപിക്കും. മേഖലാ പദയാത്രകളും 11-ന് പാലയൂരിലെത്തും. 2ാം ഘട്ട പദയാത്ര ഉച്ചയ്ക്ക് 2:30-ക്ക് പാവർട്ടി സെന്റ് ജോസഫ് പള്ളിയിൽ നിന്നും തുടങ്ങും. 4:30-ക്ക് പാലയൂരിൽ എത്തുന്ന പദയാത്രയെ വിശിഷ്ടാതിഥികൾ ചേർന്ന് സ്വീകരിക്കും. പൊതുസമ്മേളനം CBCI പ്രസിഡന്റ് കർദിനാൾ ആന്റണി പുല ഉദ്ഘാടനം ചെയ്യും. 30,000-ഓളം പേർക്ക് ഭക്ഷണം വിതരണം ചെയ്യും. അന്നേ ദിവസം തുടർച്ചയായി ദിവ്യബലിയും ഉണ്ടായിരിക്കുമെന്ന് പാലയൂർ ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിഡ് കണ്ണമ്പുഴ പറഞ്ഞു. 1998 തൃശൂർ അതിരൂപത അധ്യക്ഷനായിരുന്ന മാർ ജേക്കബ് തൂങ്ങുഴി പിതാവ് ആരംഭിച്ച പാലയൂർ മഹാതീർത്ഥാടനം നാളെ 29ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അഭിനയ പിതാവില്ലാത്ത ആദ്യത്തെ തീർത്ഥാടനം. ആ തീർത്ഥാടനത്തിൽ അനേക ആയിരങ്ങളാണ് പങ്കെടുക്കുക. എനിക്ക് തോന്നുക കേരളത്തിൽ സീറോ മലബാർ സഭയിൽ ഒരു ദിവസം ഇത്രയും അധികം തീർത്ഥാടകർ വരുന്ന മറ്റൊരു തീർത്ഥാടനം ഉണ്ടാവുകയില്ല. അതിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇവിടേക്ക് വരുന്ന എല്ലാ കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ദ്രവ്യകലശവും ഉത്സവവും ഞായറാഴ്ച ആരംഭിക്കും. ഞായറാഴ്ച ശുദ്ധിക്രിയകളോടെ ആരംഭിക്കുന്ന ദ്രവ്യകലശം ബുധനാഴ്ച നടക്കുന്ന ബ്രഹ്മകലശാഭിഷേകത്തോടെ സമാപിക്കും. വൈകിട്ട് 7:30-ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറുന്നതോടെ ഉത്സവത്തിന് തുടക്കമാകും. ഏപ്രിൽ 1-ന് ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രക്കുളത്തിൽ നടക്കുന്ന ആറാട്ടോടുകൂടി ഉത്സവ ചടങ്ങുകൾ പൂർത്തിയാകും. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് അയിനപ്പുള്ളി, ട്രഷറർ K ഭാസ്കരക്കുറുപ്പ്, വൈസ് പ്രസിഡന്റ് OA പരമൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർ KK മണികണ്ഠൻ എന്നിവർ അറിയിച്ചു. തൃശൂർ വെസ്റ്റ് ഉപജില്ലയിലെ പാഠ്യേതര പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന കർമ്മപഥം മത്സരത്തിൽ മനക്കുടി സെന്റ് ജെമ്മാസ് ഗവൺമെന്റ് UP സ്കൂൾ, പോന്നൂർ ഗവൺമെന്റ് UP സ്കൂൾ, എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് LP സ്കൂൾ എന്നീ വിദ്യാലയങ്ങൾ 1, 2, 3 സ്ഥാനങ്ങൾ നേടി. വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും പ്രശസ്തിപത്രവും കോർപ്പറേഷൻ കൌൺസിലർ സാജൻ C ജോർജ് വിതരണം ചെയ്തു. യോഗത്തിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു അധ്യക്ഷത വഹിച്ചു. VS മധുസൂദനൻ, CN വിജയകുമാർ, ഷിബു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഐക്യജനാധിപത്യ മുന്നണി ഗുരുവായൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത് ഉദ്ഘാടനം ചെയ്തു. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് R രവികുമാർ അധ്യക്ഷത വഹിച്ചു. UDF സ്ഥാനാർത്ഥി CH റഷീദ്, നേതാക്കളായ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, RV അബ്ദുൾ റഹീം, അരവിന്ദൻ പല്ലത്ത്, CS സൂരജ്, RV ജലീൽ, OKR മണികണ്ഠൻ, KP ഉദയൻ, KPA റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു.
ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരം വരവായി 5,79,94,024 രൂപയും 1 കിലോ 282 ഗ്രാം സ്വർണവും 15 കിലോ 410 ഗ്രാം വെള്ളിയും വഴിപാടായി ലഭിച്ചു. ഇതിനു പുറമെ ക്ഷേത്രനടയിലെ വിവിധ ഭണ്ഡാരങ്ങൾ വഴി 5,06,125 രൂപയും ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2,000 രൂപയുടെ 8ഉം നിരോധിച്ച 1,000 രൂപയുടെ 3ഉം 500ന്റെ 20 നോട്ടും ഭണ്ഡാരങ്ങളിൽ ഉണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു ഇത്തവണ ഭണ്ഡാരം എണ്ണുന്നതിനുള്ള ചുമതല. ഏനാമാക്കൽ പരിശുദ്ധ പോംപെ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ കോഞ്ചിറമുത്തിയുടെ തിരുനാളിന് ഒരുക്കമായുള്ള ആദ്യ ശനി ആചരണം ഭക്തിസാന്ദ്രമായി. ദിവ്യബലിക്ക് തീർത്ഥകേന്ദ്രം വികാരി ഫാദർ തോമസ് ചൂണ്ടൽ കാർമ്മികത്വം വഹിച്ചു. തീർത്ഥകേന്ദ്രം ട്രസ്റ്റിമാരായ കെ.ഡി. ജോസ്, റീന ജോജോ എന്നിവർ നേതൃത്വം നൽകി. മെയ് 30, 31 തീയതികളിലാണ് കോഞ്ചിറമുത്തിയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. ചെത്തുമദ്യം വ്യവസായ തൊഴിലാളി യൂണിയൻ ചാവക്കാട് റേഞ്ച് കുടുംബസംഗമം ഗുരുവായൂരിൽ നടന്നു. നഗരസഭാ ലൈബ്രറി ഹാളിൽ നടന്ന കുടുംബസംഗമം CPM മുൻ സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി CK വിജയൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ വാടാനപ്പള്ളി റേഞ്ച് പ്രസിഡന്റ് PN ജ്യോതിലാൽ, മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് M കൃഷ്ണദാസ്, LDF സ്ഥാനാർത്ഥികളായ NK അക്ബർ, പ്രൊഫസർ C രവീന്ദ്രനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,380 രൂപ, പവന് 1,07,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ. തൃശൂർ നിയോജക മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൽ സമയത്തെ ചൊല്ലി തർക്കം. ആളൂർ വെള്ളാഞ്ചിറയിൽ മദ്യമൊഴിച്ച് യുവതിയെ തീകൊളുത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാവക്കാട് എടക്കഴിയൂരിൽ വീട്ടിൽ നടന്ന പ്രസവത്തിന് ശേഷം അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ അക്യുപഞ്ചറിസ്റ്റായ ഭർത്താവ് അറസ്റ്റിൽ. പഞ്ചവടി കല്ലുവളപ്പിൽ ഇബ്രാഹിമാണ് അറസ്റ്റിലായത്. ചാലക്കുടി ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന വൈക്കോൽ ലോറിക്ക് തീപിടിച്ചു. തീയണച്ചത് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണിരാജ തീപ്പെട്ടു. ദേഹാസ്വസ്ഥത്തെ തുടർന്നായിരുന്നു അന്ത്യം. ചോർച്ച കണ്ടെത്തിയ കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിൽ പരിഹാര നടപടികൾ തുടരുന്നു. ഞായറാഴ്ച വൈകിട്ടോടെ ചോർച്ച പരിഹരിക്കാൻ സാധിക്കുമെന്ന് കമ്പനി അധികൃതർ. പ്രദേശത്തെ വീടൊഴിഞ്ഞ കുടുംബങ്ങളെ അവഗണിക്കുന്നതായി പരാതി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ ആയിരങ്ങൾ കാവ് തീണ്ടി. ഭരണിനാളായ ഞായറാഴ്ച കുമ്പളങ്ങ ബലിയർപ്പിച്ച് വെന്നിക്കുടി നാട്ടുന്നതോടെ ഭരണി ആഘോഷത്തിന് സമാപനമാകും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.